നമുക്കിന്ന് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു 5 ഇഞ്ച് നീളമുള്ള സ്ലീവ്, അല്ലെങ്കിൽ മുട്ടിൻ്റെ അടം വരെ ഉള്ളത് 3/4 ഫുൾ സ്ലീവ്, അങ്ങനെ ബേസിക്കായിട്ട് തന്നെ ഇത്ര സ്ലീവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. അത് നമുക്ക് ഒരു ചെറിയ സ്ലീവ് ഞാൻ റഫായിട്ടൊന്ന് വരയ്ക്കുവാണ്. ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. ഇവിടെ കൈയുടെ വണ്ണം, നീളം, ഇവിടെ ആം റൗണ്ട്. ഈ ആം റൗണ്ടിൻ്റെ ഈ ഒരു അകലമില്ലേ, ഈ AB എന്ന് പറയുന്ന അകലം, ഈ അകലം കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങ് വരച്ച് എടുത്ത് കട്ട് ചെയ്യുകയല്ല, ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ആം റൗണ്ട് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ഇഞ്ച് വരെയുള്ള സ്ലീവിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 0.25, ഇങ്ങനെയാണ് ഈ ഒരു സ്ലീവിൻ്റെ, ഈ 5 ഇഞ്ച് വരെ നീളമുള്ള സ്ലീവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ചെസ്റ്റ് റൗണ്ട് എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അത് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 0.25. അടുത്തായിട്ട് 5 ഇഞ്ച് മുതൽ മുട്ട് വരെയുള്ളത്, നമ്മുടെ കൈയുടെ മുട്ടില്ലേ, മുട്ട് വരെയുള്ള ആളുടെ എങ്ങനെയാണ് ഈ ഒരു AB കണ്ടുപിടിക്കുന്നത്, ഈ ഒരു അകലം കണ്ടുപിടിക്കുന്നത്, അത് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 0.5 ഇഞ്ചാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ സ്ലീവിന് 0.25, മുട്ട് വരെയുള്ളതിന് 0.5, ഈ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അടുത്തെന്ന് പറയുന്നത് 3/4 വരുമ്പോൾ ഈ സെയിം തന്നെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 0.75, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അടുത്തെന്ന് പറയുന്നത് ഫുൾ സ്ലീവിന് എന്തൊക്കെ അളവാണ് എടുക്കേണ്ടതെന്നറിയാമോ? ഫുൾ സ്ലീവ്, ഇതിപ്പോൾ സ്ലീവിൻ്റെ ഇവിടുത്തെ ഒരു വണ്ണം, അതായത് ഈ ഒരു ഭാഗത്തെ വണ്ണം, പിന്നെ മുട്ടിൻ്റെ അവിടുത്തെ വണ്ണം, ഇവിടെ നമ്മുടെ ഈ കൈയുടെ വണ്ണമുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തെ വണ്ണം, ആം റൗണ്ട്, ഇത്രയാണ് ഫുൾ സ്ലീവിന് നമ്മൾ അളവെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതും ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 1 ഇഞ്ച്, ഇത്രയാണ്. സെയിം ഇക്വേഷൻ തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 12, പിന്നെ ഈ ഒരളവിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതും ഒരു 4 ഇഞ്ച് വ്യത്യാസം വരുന്നെന്ന് മാത്രമേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നമുക്ക് ഇവിടുത്തെ അളവ്, ഇവിടെ എങ്ങനെയാണ് അളവ് കൊടുക്കുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇതിപ്പം ചതുരത്തിലുള്ള ഇതൊരു തുണിയാണെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ നീളം അടയാളപ്പെടുത്തി, ഇവിടെ വണ്ണം അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടുത്തെ ഈ കൈക്കുഴിക്ക് നമ്മൾ എടുക്കുന്ന നീളമില്ലേ, ആ നീളം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് കൈക്കുഴി എന്ന് പറയുന്നത് ഒരു 14 ഇഞ്ചാണെങ്കിൽ ആ 14ൻ്റെ പകുതി, ആ 14ൻ്റെ പകുതിയുടെ കൂടെ ഒരു 1 ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കണം, ഈ താഴോട്ടുള്ള നീളം എന്ന് പറയുന്നത്. ഇപ്പോൾ 14 ആകുമ്പോഴത്തേക്കിന് ഒരു 7 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് 8 ഇഞ്ച് ഇവിടെ എടുക്കണം. ഇവിടുന്ന് ഏത് സ്ലീവാണോ ചെയ്യുന്നത് ആ സ്ലീവ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടുത്തെ അകലം കാണുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തു തിരിച്ചു വെക്കുവാണ്. അപ്പം ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കാം. ഇത് എത്രയാണോ ഈ അകലം അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. ഇവിടെ നിങ്ങൾ തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ 1 ഇഞ്ച് താഴെയായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇനി ഈ 4 ഇഞ്ചിലോട്ട് ചരിച്ച് ഈ പോയിന്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെയാണ് സ്ലീവ് ഷേപ്പിൽ വെട്ടിയെടുക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.